ഇന്നലെ ഞാനും എൻ്റെ ഫാദറും കൂടെ കടയ്ക്കൽ ദുബായ് ഡിജിറ്റലിൽ നിന്ന് ഒരു മൊബൈൽ മേടിച്ചു. ബഡ്ജറ്റ് 20-25 ബേസിക്കലി ഞാനും എൻ്റെ ഫാദറും കൂടെ ക്ലിമാനൂർ ഓക്സിജൻ അവിടെ നിന്നാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. ഏത് മൊബൈൽ? കടയ്ക്ക് എത്തിയപ്പോൾ ഞാൻ പപ്പയുടെ പറഞ്ഞു, ഇത് കടയ്ക്കലത്തെ ഒരു നല്ലൊരു ഷോപ്പാണ്, ഏത് ദുബായ് ഡിജിറ്റൽ. അപ്പം അങ്ങനെയാണ് പപ്പ പെട്രോൾ പമ്പ് എത്തിയപ്പം എന്നാന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞ് കയറി. ഷോറൂം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഷോറൂം കൊള്ളാം, ഓപ്ഷൻസ് ഉണ്ട്. ഓരോ മൊബൈലിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് എനിക്ക് അവർ ആ ഒരു മൊബൈലിൽ നമുക്ക് കൊണ്ട് കാണിച്ചു തരും. പക്ഷെ പൊട്ടിച്ചകത്ത് കാണിക്കത്തില്ല, ഒബ്വിയസ്ലി അത് പാക്ഡ് ആണല്ലോ. പക്ഷേ സ്പെക്സ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. രസകരമായ കാര്യങ്ങൾ ഉണ്ടായി ഈ ഒരു ഷോപ്പിങ്ങിൽ. ഈ പുള്ളി എനിക്ക് അസൈൻ ചെയ്ത പുള്ളി ബേസിക്കലി മലപ്പുറത്തുനിന്ന് ഇവിടെ ഒന്ന് ജോലി ചെയ്തു. ഡീറ്റെയിലൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഫോൺ ഏതാണ്, ഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഒരു 5 എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 3.5 സ്റ്റാർ ഞാൻ കൊടുക്കും ഈ ഒരു വ്യക്തിക്ക്. എൻ്റെ ഫാദർ സാംസങ്ങിൻ്റെ ആളാണ്. അപ്പം മേടിച്ച ഫോൺ A17 5G കൊള്ളാം, ഫോൺ കൊള്ളാം, നല്ല ഫോൺ. എന്നാൽ അതിനകത്തുള്ളത് മറ്റേ അറിയാമല്ലോ, എക്സിനോസ് പ്രോസസ്സറാണ്. ബഡ്ജറ്റ് ഞാൻ ഓൺലൈൻ അപ്ലൈ ചെക്ക് ചെയ്തു. ഓൺലൈൻ കാണിച്ചത് 20-21 ആ റേഞ്ച് കാണിക്കുന്നുണ്ട്. ആ പ്രൈസ് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അതിനെക്കാട്ടിയും കുറച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് കിട്ടിയത് 20,500 കിട്ടി. ഫ്ലിപ്പ് എല്ലാം കൂടി ചേർത്ത്, ഫ്ലിപ്പ് കവറും എല്ലാം കൂടി ചേർത്ത് 20,670 രൂപ അവരെടുത്തു. അതായത് നമുക്ക് ഓൺലൈൻ കിട്ടുന്ന പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ് അവിടെ നമുക്ക് കിട്ടി. പക്ഷേ എൻ്റെ പ്രിഫറൻസ് ഒരു സ്നാപ്ഡ്രാഗൻ്റെ ഒരു പ്രോസസ്സറുള്ള ഫോൺ വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ 20 മോട്ടറോളയുടെ തന്നെ നല്ലൊരു പ്രോസസ്സറുണ്ട്, നല്ലൊരു ഫോണുണ്ട്. G57 പവർ സ്നാപ്ഡ്രാഗൺ 8GB 128GB നല്ല സുന്ദരമായൊരു ഫോൺ. വില 15 അടുപ്പിച്ച്. അത് ഞാൻ ഓൺലൈൻ കാണിച്ചു കൊടുത്ത് ഇതാണ് പ്രൈസ് എന്ന് പറഞ്ഞപ്പം ആ ഒരു പ്രൈസിന് അവർ തരാമെന്നും ഏറ്റു. ഇപ്പം അപ്പോൾ മേടിച്ചത് സാംസങ്ങിൻ്റെ A17 5G 8GB 128GB. പക്ഷേ അത് ആൻഡ്രോയിഡ് 16 ആണ് സാംസങ്. ഞാനായിരുന്നെങ്കിൽ മോട്ടറോള തന്നെ മേടിച്ചേനെ. പക്ഷേ പപ്പയ്ക്ക് വേണ്ടത് ഒരു ലോങ് അപ്ഡേറ്റ് ഉള്ളൊരു ഫോൺ വേണം. അതായത് പപ്പ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യും. അപ്പം അവർക്ക് എത്രയും ലോങ് ടൈം കിട്ടുന്നുണ്ടോ അത്രയും ആ ഒരു ഫോണാണ് വേണ്ടത്. സാംസങ് 6-7-8 വർഷം അപ്ഡേറ്റ് കൊടുക്കും. ഹെവി യൂസ് ഒന്നല്ലല്ലോ, മോഡറേറ്റ് യൂസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് ഫോൺ അത് തന്നെയാണ് നോക്കിയിട്ട്. ബഡ്ജറ്റ് 20,670 രൂപ, ഇൻക്ലൂഡിങ് ടാമ്പേർഡ് ഗ്ലാസ്, ഇൻക്ലൂഡിങ് ഫ്ലിപ്പ് കവർ. ഡീലിംഗ് പ്രോപ്പറായിരുന്നു. നമുക്കൊരു ഡൗട്ട് പോലും ക്ലിയർ ചെയ്യാതെ ഇരുന്നിട്ടില്ല. വാറണ്ടിയുടെ കേസ് പറഞ്ഞത് നിങ്ങൾ ആ ഫോണിൻ്റെ കവറ് കളയരുത്, ബില്ലും കളയരുത്. രണ്ടും വേണമെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ കവറും വേണം, ബില്ലും വേണം വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട്. അതായത് ഫോണിൻ്റെ കവർ കളഞ്ഞാൽ വാറണ്ടി കിട്ടുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അവരങ്ങനെയാണ് അറിയിച്ചത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു അനുഭവം. ഞാൻ ഇനിയും പ്രിഫർ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, ഐ വിൽ ഡെഫിനറ്റ്ലി. അവിടെ ഇതല്ലാതെ മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമുണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം തന്നെ ഉണ്ട്. മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ലൊരു സെൻറ്ററാണ് ദുബായ് ഡിജിറ്റൽ. താങ്ക് യു.